നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇലവിനെ കുറിച്ചാണ്. ഇതിനെ പഞ്ഞിമരം അതല്ലെങ്കിൽ പൂളമരം എന്നെല്ലാം പറയുന്നു. സാൽമേലിയ മലബാറിക്ക എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ സസ്യം മാൽവേസിയെ കുടുംബാംഗമാണ്. സംസ്കൃതത്തിൽ ഇതിനെ ശാൽമലി, മോചകം, രക്തശാൽമലി, രക്തപുഷ്പ എന്നെല്ലാം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏകദേശം 30 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണിത്. ഇത് ദീർഘായുസ്സുള്ളൊരു വൃക്ഷമായിട്ടാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയിൽ വൻമരങ്ങളിൽപ്പെട്ടതും ദീർഘായുസ്സുള്ളതുമായ ഒരു മുൾമരമാണിത്. ഇന്ത്യ, ബർമ്മ തുടങ്ങിയ സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന ഒരു വൃക്ഷമാണിത്. ഇത് പ്രധാനമായും ഉയർന്ന പ്രദേശങ്ങളിലും പുഴയോരങ്ങളിലും കണ്ടുവരുന്നു. ഒരുപാട് ഉയരത്തിൽ വളരുന്ന ഈ വൃക്ഷത്തിൻ്റെ തടി അധികം ഉറപ്പില്ലാത്തതാണ്. അത് തീപ്പെട്ടി വ്യവസായത്തിനും പാക്കിംഗ് പെട്ടികളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. ഇതിൻ്റെ മരപ്പട്ടയ്ക്ക് മഞ്ഞ കലർന്ന തവിട്ട് നിറമാണുള്ളത്. ഇതിൻ്റെ തടിയിൽ മൂർച്ചയുള്ള മുള്ളുകൾ ഉണ്ട്. ഇല ഹസ്താകാരത്തിലാണ് കാണപ്പെടുന്നത്. ഒരുപാട് 5 തൊട്ട് 7 വരെ ഇലകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പൂക്കൾ ചുവപ്പ് നിറത്തിലാണ്. വളരെ വലിയ പൂക്കളാണ് ഇവയ്ക്കുള്ളത്. സിലിണ്ടറാകൃതിയിലുള്ള ഫലമാണ് ഇതിനുള്ളത്. ഇതിന് കട്ടിയുള്ള ഒരു പുറംതൊലിയുണ്ട്. പാകമാകാത്ത കായയുടെ തൊലി പച്ച നിറത്തിലാണ്. അത് ഉണങ്ങിക്കഴിയുമ്പോൾ കറുപ്പ് നിറത്തിലായി മാറുന്നു. ഇതിൻ്റെ ഉള്ളിൽ പഞ്ഞി അടങ്ങിയതും അതിൻ്റെ ഉള്ളിൽ ഉരുണ്ട മിനുസമുള്ള വിത്തും ഉണ്ട്. ഇതിൻ്റെ പഞ്ഞി തലയിണ നിർമ്മിക്കാനും കുഷ്യൻ നിർമ്മിക്കാനും ഉപയോഗിക്കാറുണ്ട്. ഇല, പൂവ്, കായ, വിത്ത്, വേര് തുടങ്ങിയവയെല്ലാം തന്നെ ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. ടാനിക് ആസിഡ്, ഗാലിക് ആസിഡ് തുടങ്ങിയ രാസവസ്തുക്കളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ആയുർവേദത്തിൽ പൂളമരത്തെ വമന ഔഷധ ഗണങ്ങളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാനിൻ്റെ ഇഷ്ടഭോജ്യമായ ഇതിൻ്റെ പൂവ് കുരു, വ്രണം, ചൊറിച്ചിൽ തുടങ്ങിയ അസുഖങ്ങൾക്ക് ഉത്തമമായൊരു ഔഷധമാണ്. ഛർദി, വയറിളക്കം, മൂത്രസംബന്ധമായ അസുഖങ്ങൾ, വാതരോഗങ്ങൾ തുടങ്ങിയ അസുഖങ്ങളിൽ ഇത് ഉത്തമമായൊരു ഔഷധമാണ്. ഇതിൻ്റെ കൂടുതൽ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഇലവ് അല്ലെങ്കിൽ പൂളമരം നമ്മൾ പഞ്ഞിയാണ് എല്ലാവർക്കും ഓർമ്മ വരിക. പക്ഷെ ആ പഞ്ഞിക്കൊരു ഔഷധ ഗുണമുണ്ട്. ആ പഞ്ഞി കൊണ്ട് ഉണ്ടാക്കിയ കിടക്കയിൽ കിടന്നു കഴിഞ്ഞാൽ വാതരോഗം വരില്ല. ഇപ്പോൾ നമ്മൾ ചകിരി കൊണ്ടുള്ള കിടക്ക നമ്മൾ ഫോം ബണ്ട് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. പണ്ട് അതാണ് പഞ്ഞി കൊണ്ടാണ് കിടക്ക ഉപയോഗിക്കുക, തലയോണ. ഈ പഞ്ഞി കൊണ്ടുള്ള തലയോണ കിടന്നാൽ എന്താ കുഴപ്പമെച്ചാൽ വല്ലാണ്ട് അത് തലയ്ക്ക് ഭാരമല്ല. ഈ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ഉള്ള ആൾക്കാരൊക്കെ ഇതുപോലെ പഞ്ഞി കൊണ്ട് ഉണ്ടാക്കിയ തലയോണ ഉപയോഗിക്കാൻ പറയും. മറ്റുള്ള തലയോണ ഉപയോഗിക്കുമ്പോഴാണ് ഈ നടുവേദന അല്ലെങ്കിൽ തോളുവേദനയും വരുന്നത്. പിന്നെ ഇതിൻ്റെ ഔഷധം പറയുകയാണെങ്കിൽ ഇതൊരു വാതശമനമാണ്. അതായത് വാതരോഗത്തിന് ഇതിൻ്റെ ഒരു പശയുണ്ട്, ഇലവിൻ പശ എന്ന് പറയാം. ഇലവിൻ പശ പരട്ടിക്കഴിഞ്ഞാൽ വേദന അപ്പം നിൽക്കും. പിന്നെ ഇതിൽ ഈ വസ്തിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ ഒരു ചെടിയുടെ ഈ പശ എടുത്തിട്ട്, ഇലവിൻ പശ എടുത്തിട്ട് പിച്ചാവസ്ഥയിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വാതശമനമാണ്. മറ്റ് പല രോഗങ്ങൾക്കും കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ വേരെടുത്ത് കഷായം വെച്ചിട്ട് ഈ മുഖം കഴുകിക്കഴിഞ്ഞാൽ മുഖക്കുരു മാറും. പിന്നെ ഇതിനൊരു വേറൊരു ബലം ഈ നെർവസ് സ്റ്റിമുലേഷൻ എന്ന് പറയും. അതായത് ഇതിൻ്റെ ഈ വേരെടുത്തിട്ട് കഷായം വെച്ചിട്ട് അതിൽ ഈ 2-3 തുള്ളി തൈലങ്ങൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സെക്ഷൽ ഡിസയർ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയും. കാമാസക്തി വർദ്ധിപ്പിക്കുന്ന പറയാം. അതായത് ഈ നെർവസ് സ്റ്റിമുലേഷൻ വന്നിട്ട് സാധാരണ ഈ ഇന്ന് കാണുന്ന ഈ വയാഗ്രയുടെ എഫക്റ്റ് ഉണ്ട് ഇതിനെന്നാണ് പറയുക.